എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ. ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ ഡാൻജൻ സ്കെയിൽ. ഡാൻജൻ സ്കെയിലാണ് ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്നത്. മാംസ്യത്തിലുള്ളതും എന്നാൽ അന്നജത്തിൽ ഇല്ലാത്തതുമായ ഒരു പദാർത്ഥമേത്? മാംസ്യത്തിലുള്ളതും എന്നാൽ അന്നജത്തിൽ ഇല്ലാത്തതുമായ ഒരു പദാർത്ഥം നൈട്രജൻ. നൈട്രജനാണ് മാംസ്യത്തിലുള്ളതും എന്നാൽ അന്നജത്തിൽ ഇല്ലാത്തതുമായ ഒരു പദാർത്ഥം. ശരീരത്തിൽ ജീവകങ്ങളുടെ ആധിക്യം നിമിത്തമുണ്ടാകുന്ന അവസ്ഥയേത്? ശരീരത്തിൽ ജീവകങ്ങളുടെ ആധിക്യം നിമിത്തമുണ്ടാകുന്ന അവസ്ഥയേത്? ഹൈപ്പർ വിറ്റാമിനോസിസ്. ഹൈപ്പർ വിറ്റാമിനോസിസ് ആണ് ശരീരത്തിൽ ജീവകങ്ങളുടെ ആധിക്യം നിമിത്തമുണ്ടാകുന്ന അവസ്ഥ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ ഡോക്ടർ MP സിംഗ്. ഡോക്ടർ MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി ആര്? ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി. വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങളേവ? വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങൾ നെഫ്രോണുകൾ. നെഫ്രോണുകളാണ് വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം? ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ്. എലിഫസ് മാക്സിമസ് എന്നാണ് ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം. ഓർഗാനിക് സംയുക്തങ്ങളിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട മൂലകമേത്? ഓർഗാനിക് സംയുക്തങ്ങളിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട മൂലകം കാർബൺ. കാർബൺ ആണ് ഓർഗാനിക് സംയുക്തങ്ങളിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട മൂലകം. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ. 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീമൻ നാരായണൻ അഗർവാൾ. ശ്രീമൻ നാരായൺ അഗർവാളാണ് 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്ത INC സമ്മേളനം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത INC സമ്മേളനം കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനമാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്ത INC സമ്മേളനം. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? PV നരസിംഹറാവു ഗവൺമെൻറ്. PV നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുക. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുക ദേശീയ വരുമാനം. ദേശീയ വരുമാനമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുക. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്.
ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം GST കൗൺസിൽ. GST കൗൺസിലാണ് ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. നികുതിദായകന് അടയ്ക്കേണ്ട നികുതി സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനം. നികുതിദായകന് അടയ്ക്കേണ്ട നികുതി സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനം മൂല്യവർദ്ധിത നികുതി, VAT. മൂല്യവർദ്ധിത നികുതിയാണ് നികുതിദായകന് അടയ്ക്കേണ്ട നികുതി സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനം. കടുവകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം. കടുവകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം 1973 ഏപ്രിൽ 1. 1973 ഏപ്രിൽ 1 കടുവകളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത്. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതി. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതി പ്രോജക്റ്റ് എലിഫന്റ്. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതിയാണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതി. ഗാഡ്ഗിൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാൻ. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാൻ മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാൻ. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഗാഡ്ഗിൽ കമ്മീഷൻ. ഗാഡ്ഗിൽ കമ്മീഷനാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. പ്രകൃതിയിലുള്ള സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ വളർത്താൻ തീരുമാനിച്ച പദ്ധതിക്കെതിരെ രൂപീകൃതമായ സംഘടന. പ്രകൃതിയിലുള്ള സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ വളർത്താൻ തീരുമാനിച്ച പദ്ധതിക്കെതിരെ രൂപീകൃതമായ സംഘടന ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ജംഗിൾ ബച്ചാവോ ആന്തോളനാണ് പ്രകൃതിയിലുള്ള സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ വളർത്താൻ തീരുമാനിച്ച പദ്ധതിക്കെതിരെ രൂപീകൃതമായ സംഘടന. നർമ്മദ നദിയിലെ വിവിധോദ്ദേശ അണക്കെട്ടായ നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ രൂപം കൊണ്ട സംഘടന. നർമ്മദ നദിയിലെ വിവിധോദ്ദേശ അണക്കെട്ടായ നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ രൂപം കൊണ്ട സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളനാണ് നർമ്മദ നദിയിലെ വിവിധോദ്ദേശ അണക്കെട്ടായ നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ രൂപം കൊണ്ട സംഘടന. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ 1983 നിലവിൽ വന്ന പ്രസ്ഥാനം. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ 1983 നിലവിൽ വന്ന പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനമാണ് വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ 1983 നിലവിൽ വന്ന പ്രസ്ഥാനം. കേരളത്തിലെ സൈലന്റ് വാലി ഉഷ്ണമേഖല ഹരിതവന സംരക്ഷണത്തിനു വേണ്ടി 1973 രൂപം കൊണ്ട സമരസമിതി. കേരളത്തിലെ സൈലന്റ് വാലി ഉഷ്ണമേഖല ഹരിതവന സംരക്ഷണത്തിനു വേണ്ടി 1973 രൂപം കൊണ്ട സമരസമിതി സൈലന്റ് വാലി സംരക്ഷണ സമിതി. സൈലന്റ് വാലി സംരക്ഷണ സമിതിയാണ് കേരളത്തിലെ സൈലന്റ് വാലി ഉഷ്ണമേഖല ഹരിതവന സംരക്ഷണത്തിനു വേണ്ടി 1973 രൂപം കൊണ്ട സമരസമിതി. 1973 വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരം. 1973 വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരം ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് ആണ് 1973 വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരം. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രം. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രം വിശ്വനാഥസ്വാമി ക്ഷേത്രം. വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്.
ഓണത്തിനോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷം. ഓണത്തിനോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷം അത്തച്ചമയം. അത്തച്ചമയമാണ് ഓണത്തിനോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളി. സത്യജിത് റേ സംവിധാനം ചെയ്ത ആദ്യത്തെ കളർ ചലച്ചിത്രം ഏത്? സത്യജിത് റേ സംവിധാനം ചെയ്ത ആദ്യത്തെ കളർ ചലച്ചിത്രം ഏത്? കാഞ്ചൻ ജംഗ. കാഞ്ചൻ ജംഗയാണ് സത്യജിത് റേ സംവിധാനം ചെയ്ത ആദ്യത്തെ കളർ ചലച്ചിത്രം. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനി. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനി ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. 1850 ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ചത്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ച സ്വകാര്യ ബാങ്കുകളുടെ വരവ് ഏത് കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ്? ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ച സ്വകാര്യ ബാങ്കുകളുടെ വരവ് ഏത് കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ്? നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട്. 1994 നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട്. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ച സ്വകാര്യ ബാങ്കുകളുടെ വരവ് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ്. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിംഗ്. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതി ഇലക്ട്രോണിക് ബാങ്കിംഗ്. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ റാണി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ റാണി എന്നറിയപ്പെടുന്നത് PT ഉഷ. PT ഉഷയാണ് ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ റാണി എന്നറിയപ്പെടുന്നത്. കൽക്കി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. കൽക്കി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് R കൃഷ്ണമൂർത്തി. R കൃഷ്ണമൂർത്തിയാണ് കൽക്കി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ആരെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് വിളിച്ചത്? ബ്രിട്ടീഷുകാർ ആരെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് വിളിച്ചത്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനെയാണ് ബ്രിട്ടീഷുകാർ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് വിളിച്ചത്. ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പേര്. ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പേര് ഗെർസോപ്പ വെള്ളച്ചാട്ടം. ഗെർസോപ്പ വെള്ളച്ചാട്ടം എന്നാണ് ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പേര്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ദേശീയ വികസന സമിതി. ദേശീയ വികസന സമിതിയാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ, വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷനെ നിയമിച്ച ഗവർണർ ജനറൽ. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. ഡൽഹൌസിയാണ് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു. വില്യം ബെൻഡിക് പ്രഭുവാണ് ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ. തൈറോക്സിനാണ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ. മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ. മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോണാണ് മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ. ക്യാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. ക്യാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ജീവകം എ. വിറ്റാമിൻ എ ആണ് ക്യാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീവ്യൂഹം. സെറിബ്രത്തിൻ്റെ
ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീവ്യൂഹം? കോർപ്പസ് കലോസം. കോർപ്പസ് കലോസമാണ് സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീവ്യൂഹം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.